ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് അയക്കുന്നത് ജൂലൈ 13 ആഘോഷങ്ങളാണ്. ഒരു ചെറിയ ഒരു ആഘോഷം നിങ്ങൾക്കറിയാമല്ലോ. 14 വർഷമായി ഇവിടെ ഫ്രാൻസിസ് ഏട്ടൻ്റെ തൈറോയ്ഡിൽ ക്യാൻസർ വന്നിട്ട് അന്ന് അത് ട്രീറ്റ്മെൻറ്റ് കൂടാതെ മാറി. അന്ന് ഡോക്ടർ പറഞ്ഞു യു ആർ നോട്ട് എ ക്യാൻസർ പേഷ്യൻ്റ് എന്ന്. അതിനുശേഷം ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്നതാണിത്. ഈ റോസാ മിസ്റ്റിക് മാതാവിനെ ഞാൻ കൊണ്ടുവന്നതല്ല. എനിക്ക് ഈ അത്ഭുതം അവിടെ അറിഞ്ഞതിന് ശേഷം ബോംബെയിൽ വെച്ച് എനിക്കൊരു ബ്രദർ വഴി ഇറ്റലിയിൽ നിന്ന് അത് അവരനുവദിച്ച് തന്നതാണ്. അന്ന് മുതൽ നമ്മളിങ്ങനെ ചെറിയൊരു ആഘോഷം നടത്താറുണ്ട്. നിങ്ങൾക്കറിയാം, ഫ്രാൻസിസ് ഏട്ടനും ഞാനും വീണ്ടും ക്യാൻസർ രോഗികളാണിപ്പോൾ. എങ്കിലും 14 വർഷം പരിശുദ്ധ അമ്മ ആയുസ് തന്ന് ഫ്രാൻസിസ് ഏട്ടനെ ഇരുത്തി. ഇപ്പോൾ ലങ്സിലേക്കടക്കം ക്യാൻസർ വ്യാപിച്ചു എന്ന് പറയുമ്പോഴും ഈ പരിശുദ്ധ അമ്മ ഇപ്പോഴും ഉണ്ട്. ആ രൂപത്തിൻ്റെ അവിടെ കാണുന്നൊരു ചെറിയ രൂപമുണ്ട്. അത് ഞാൻ കീമോതെറാപ്പി കഴിഞ്ഞ് കിടക്കുമ്പോൾ ഇടുക്കി ഭാഗത്ത് നിന്നൊരു അച്ഛന്, ഒരു പുരോഹിതന് സന്ദേശം കിട്ടി. ഞാൻ വല്ലാത്ത അവസ്ഥയിലായിരിക്കുമ്പോൾ എനിക്ക് തന്ന ഒരു ചെറിയ രൂപമാണ് നിങ്ങൾ ആ പ്രാർത്ഥനാ സ്ഥലത്ത് റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ അടുത്ത് കാണുന്ന ചെറിയ രൂപം. എൻ്റെ കൂടെ ഒരു വർഷത്തോളം എൻ്റെ ബെഡിൽ കിടന്ന എൻ്റെ പരിശുദ്ധ കുട്ടിയമ്മ എന്ന് ഞാൻ പറയും. ആ അമ്മയെയും ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ആഘോഷങ്ങൾ കാണാം. ചെറിയ ആഘോഷമാണ് കേട്ടോ, എങ്കിലും നല്ല കൂട്ടായ്മയായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഞങ്ങൾ ഇന്നും ഇങ്ങനെ ജീവിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് പരിശുദ്ധ അമ്മ ചെയ്യുന്ന വലിയ അത്ഭുതം. പരിശുദ്ധ മറിയമേ, ഫാത്തിമനാഥേ, പരിശുദ്ധ ജപമാല രാജ്ഞി, ഏറ്റവും വലിയ ശരണത്തോടെ ഞങ്ങൾ അങ്ങയിൽ അഭയം പ്രാപിക്കുന്നു. നിത്യമരണത്തിന്റെ കയത്തിൽ നിന്നും തന്റെ തിരുസുതനാൽ മനുഷ്യകുലത്തെ മോചിപ്പിക്കുവാൻ തിന്മയെ നന്മ കൊണ്ട് ജയിക്കുവാനായ പിതാവായ ദൈവത്താൽ സൃഷ്ടികൾക്ക് മുമ്പേ രൂപപ്പെട്ടവളും സമയത്തിന്റെ പൂർണ്ണതയിൽ അമലോത്ഭവയായി തീർന്ന ദൈവമാതാവായി അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധ മാതാവേ, അത്ഭുത ജ്ഞാനത്തിന്റെ പാത്രമേ, ഇതാ ഇന്ന് ഞങ്ങൾ അങ്ങേ തൃപ്പാദത്തിൽ സ്വയം ബലിവസ്തുവായി തീർന്ന അങ്ങേ തിരുസുതന്റെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുക വഴി ഞങ്ങളും അങ്ങേ മക്കളായി തീരുന്നുവെന്ന സത്യം വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. ഈ സത്യത്തെ ഞെരുക്കുകയും തള്ളിപ്പറയുകയും നിഷേധിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. പിതാവായ ദൈവം പോലും ഏറ്റവും അധികം സന്തോഷിക്കുകയും ആനന്ദം കണ്ടെത്തുകയും തന്റെ തിരുസുതനെ ഏറ്റവും സുരക്ഷിതമാക്കി തീർക്കുകയും ചെയ്ത പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമേ, ഇതാ ഇന്നലെയും ഞങ്ങളുടെ പ്രാർത്ഥനകളെയും തിരുസഭയെയും മാനവകുലത്തെയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ദുഷ്ടന്റെ കുടിലതന്ത്രങ്ങളിൽ നിന്നും അവൻ ഒരുക്കിയിരിക്കുന്ന കെണികളിൽ നിന്നും അപ്രതീക്ഷിതമായ ആക്രമണങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ദൈവകോപത്തിന്റെ ഫലമായി ഉയരുന്ന പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും യുദ്ധങ്ങളിൽ നിന്നും ഭൗതിക തകർച്ചകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. എല്ലാ ഉദരഫലങ്ങളുടെയും സംരക്ഷകയായി അമ്മേ മാതാവേ, അങ്ങയെ ഞങ്ങൾ ഏറ്റുപറയുന്നു. സ്വർഗത്തിന്റെ രാജ്ഞിയെ, എല്ലാ നാരകീയ ശക്തികളുടെയും മേൽ ഞങ്ങൾക്ക് അധികാരം സിദ്ധിച്ചു തരണമേ. എന്നും എപ്പോഴും അങ്ങേ തിരുസുതന് പ്രിയമുള്ളവരായി ജീവിച്ച് ഇതേ സ്വർഗത്തിന്റെ വാതിലെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ മാതാവിന്റെ വിമല ഹൃദയമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ മാധുര്യവും ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. പാപികളായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അങ്ങേ പ്രാർത്ഥനകളും കണ്ണുനീരും വഴിയായി അവിടുത്തെ തിരുസുതൻ ഈശോയുടെ കൃപ ലോകം മുഴുവനിലും നിറയ്ക്കണമേ. ഓ മറിയമേ റോസാ മിസ്റ്റിക്ക, യേശുവിൻ്റെയും ഞങ്ങളുടെയും മാതാവേ, ഞങ്ങളുടെ പ്രത്യാശയും ശക്തിയും ആശ്വാസവും നീയാകുന്നു. നിന്റെ മാതൃസ്നേഹത്താൽ നിന്റെ സ്വർഗീയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. റോസാ മിസ്റ്റിക്ക, കളങ്കമേശാത്ത കന്യകയെ, കൃപയുടെ മാതാവേ, അങ്ങേ വണങ്ങുന്ന മക്കളായ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ കരുണ പ്രാപിച്ചു തരണമേ. ഞങ്ങളുടെ യോഗ്യതയല്ല, അങ്ങേ കരുണയാൽ കൃപയും അനുഗ്രഹവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഞങ്ങൾ ദൃഢമായും വിശ്വസിക്കുന്നു. അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും റോസാ മിസ്റ്റിക്കായി പരിശുദ്ധമത്തിന്റെ രക്തക്കണ്ണീരിനെ അങ്ങയുടെ പരിശുദ്ധമത്തിന്റെ രക്തക്കണ്ണീരിനെ കുറിച്ച് ഏഴാം വ്യാകുലം. ഓ ഈശോ, അങ്ങേ മൃതദേഹം കല്ലറയിൽ സംസ്കരിച്ചപ്പോൾ ദുഃഖാധിക്യത്താൽ പരിശുദ്ധ അമ്മ തൂകിയ കണ്ണീർ കണങ്ങളെ കുറിച്ച് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ഗ്രൂപ്പ് ഒന്നിച്ച് ചൊല്ലിയ 50,000-ഓളം എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥനയുണ്ടായിരുന്നു. എല്ലാം പരിശുദ്ധ അമ്മയുടെ സന്ദേശപ്രകാരം സമർപ്പിത മക്കൾക്ക് വേണ്ടി പരിഹാരമായിട്ട് ചൊല്ലിയ എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന ഏകദേശം 50,000-ഓളം എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥനകളുണ്ടായിരുന്നു. അമ്മ ഞങ്ങൾക്ക് കാണിച്ചു തന്നത് ദർശനത്തിൽ ഒരു കുട്ട നിറയെ ചുമന്ന റോസാ പുഷ്പങ്ങളായിരുന്നു. ഞങ്ങൾ അതിൻ്റെ പ്രതീകമായി ചുമന്ന റോസാ പുഷ്പങ്ങൾ എടുത്തു വെച്ചു. പിന്നീട് വന്ന പുരോഹിതൻ അത് വെഞ്ചരിച്ച് ഞങ്ങളൊക്കെ ചൊല്ലിയ ജപമാല എത്രയും ദയുള്ള മാതാവിൻ്റെ പ്രതീകമായിട്ട് അത് വീടുകളിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയി. അതാണ് അമ്മയുടെ റോസാ മിസ്റ്റിക്കായുടെ പുണ്യത്തിരുന്നാളിൽ അമ്മയ്ക്ക് എല്ലാവരുടെയും പേരിൽ ആശംസകൾ നേരുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. മക്കളെല്ലാവരെയും ആശീർവദിക്കണമേ. കർത്താവ് ശംശായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഞങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും. ആമേൻ. റോസാ മിസ്റ്റിക്ക മാതാവേ, റോസാപ്പൂക്കളുമായി അണയാം ഞാൻ. ചുവന്ന പൂവാൻ നിൻ ഹൃദയം നിനക്കു നൽകാം മാതാവേ. മഞ്ഞപ്പൂവായി മാനസവും കാഴ്ചവെക്കാം മാതാവേ. വെള്ളപ്പൂവായി എന്നെ മാറ്റണമേ. ശിവായാലേ മുദ്രിതയാക്കണമേ. മാതാവേ റോസാ മിസ്റ്റിക്ക മാതാവേ, റോസാ പൂക്കളുമായി അണയാം ഞാൻ.
രക്ഷിക്കണം. റോസാമിസ്റ്റിക്ക മാതാവേ, റോസാപ്പൂക്കളുമായി അണയാം ഞാൻ. ചുവന്ന പൂവാൻ ഹൃദയം നിനക്കു നൽകാം മാതാവേ, മഞ്ഞപ്പൂവായി മാനസവും കാഴ്ചവയ്ക്കാം മാതാവേ, വെള്ളപ്പൂവായി എന്നെ മാറ്റണമേ, ദൈവായാലെ മുദ്രിതയാക്കണമേ. മാതാവേ റോസാമിസ്റ്റിക്ക മാതാവേ, റോസാപ്പൂക്കളുമായി അണയാം ഞാൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ മാതാവിൻ്റെ ആശംസകൾ. ഞാനൊരു കാര്യം ചോദിച്ചാൽ പറയൂ, KP അപ്പൻ എന്ന് പറയുന്ന ആള് മധുരം എൻ്റെ ജീവിതം എന്ന് പറയുന്ന പുസ്തകം എഴുതിയില്ലേ? നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്? അത് നിങ്ങൾ വായിക്കണം കേട്ടോ. ഫസ്റ്റ് പുസ്തകം. ഞാൻ ഈ അടുത്ത ഞാനിതുപോലെ നിങ്ങളെ കുറിച്ച് അവർ പറയുന്ന അവരൊക്കെ മാതാവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ എഴുതി വെക്കുന്ന ടൈപ്പാണ് ഞാൻ. അപ്പോൾ അങ്ങനെ എഴുതി വെച്ചിട്ട് ഒരാളുടെ കയ്യിൽ അതുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനത് പോയി മേടിച്ച് ഒരു ദിവസം കൊണ്ട് അത് മുഴുവൻ വായിച്ച് അതിലുള്ളതൊക്കെ ഞാൻ എഴുതിയെടുത്ത് അതിനകത്ത് പറയുന്ന ഒരു കൊച്ചു വാക്കാണ്, നക്ഷത്രങ്ങൾക്കുള്ള ശോഭ നമ്മൾ കാണുന്നേക്കാളും ഗംഭീരമാണ്. കാരണം അത് മയിലേക്ക് അപ്പുറത്താണ് നക്ഷത്രങ്ങളല്ലേ. നക്ഷത്രങ്ങളുടെ നക്ഷത്രമാണ് അമ്മ എന്നാണ്. അവളുടെ ശോഭ എന്തോരായിരിക്കും. അമ്മയെക്കുറിച്ച് പറയുന്ന ഒരു ഹിന്ദുവിൻ്റെ ഭാഗത്താണത്. ആ പുസ്തകം എന്ന് പറയുന്നത് മരിയ വിജ്ഞാനീയം, മേരി വിജ്ഞാനീയം, മരിയോളജി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ദൈവശാസ്ത്രത്തിൽ ഒരു ശാഖയുണ്ട്. ആ ശാഖയ്ക്ക് ഒരു ഹിന്ദു സംഭാവന ചെയ്തിരിക്കുന്ന മനോഹരമായ 78 പേജുള്ള പുസ്തകമാണ്. അതിനകത്ത് ബെർണാർഡ് വിശുദ്ധനെ കുറിച്ച്, അമ്മയുടെ ഏറ്റവും വലിയ ഒരു ആരാധ്യമായിട്ടുള്ള ഒരു നമ്മുടെ വേദപണ്ഡിതനാണ് അല്ലേ, ഞങ്ങൾക്കറിയില്ലേ, പ്രതിയാണ് മാതാവിൻ്റെ വിശുദ്ധനാണ്. അതെ, വിശുദ്ധ ബെർണാർഡിനെ കുറിച്ച് പറയുന്ന മനോഹരമായ ആശയം. ഒരു വൃദ്ധനായ മനുഷ്യൻ, ആ മനുഷ്യൻ ഡാൻസ്, സർക്കസ്, ഈ 5-6 പന്തൊക്കെ ഇങ്ങനെ കളിച്ച് നടക്കുന്ന കൂട്ടത്തിലാണ്. ഇങ്ങനെ കാശ് വാങ്ങിച്ച് ജീവിക്കുകയാണ്. അദ്ദേഹം വയസ്സായി, അദ്ദേഹത്തിന് ജീവിക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് ഒരു ആശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ കളികൾ ഇഷ്ടപ്പെട്ട ഒരു ആശ്രമ അധീപൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് താമസിക്കാൻ സ്ഥലം തരും. അപ്പോൾ അദ്ദേഹം വേഗം താമസിക്കാനുള്ള സ്ഥലവും ഭക്ഷണവും എല്ലാ ദിവസവും അയാൾക്ക് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം അവിടെ താമസിച്ച് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന് ആ വൃദ്ധനായ മനുഷ്യൻ മനസ്സിലാക്കുകയാണ്, എനിക്ക് ഈ താമസിക്കാനുള്ള സൗകര്യം ഭക്ഷണം തന്ന വീട്ടിൽ എല്ലാ സന്യാസികളും നന്നായി പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ ഉടനെ അവർ രാവിലെ പണിയെടുക്കാൻ പോകുന്നു. ഞാൻ മാത്രം ഒന്നും ചെയ്യാണ്ടിങ്ങനെ ഇരിക്കുക. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവർ ആശ്രമത്തിൻ്റെ എല്ലാ മുക്കുമൂലയും പോയി സന്ദർശിച്ചു. ആശ്രമത്തിൻ്റെ അടിയിലുള്ള ഭാഗങ്ങളൊക്കെ സന്ദർശിച്ചു. അപ്പോൾ അവിടെയുള്ള ഒരു സ്ഥലത്ത് ഒരു മാതാവിൻ്റെ രൂപം ചെളി പുരണ്ട് കിടക്കുകയാണ്. മാതാവിൻ്റെ കയ്യിലുള്ള ഈശോയുടെ പന്ത് നിലത്ത് വീണ് കിടക്കുകയാണ്. ആ മനുഷ്യന് ആർദ്രത തോന്നി മാതാവിനെ ക്ലീൻ ചെയ്തപ്പോൾ മാതാവ് അങ്ങോട്ട് വെട്ടിത്തിടങ്ങി. ആരും തന്നെ കാണുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം മാതാവിൻ്റെ മുമ്പിൽ പണ്ട് ചെയ്തിരുന്ന ഡാൻസും കളികളും ഈ പന്ത് കളിക്കൊക്കെ മാതാവിൻ്റെ മുമ്പിലേക്ക് ചെയ്തു. എല്ലാ ദിവസവും ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവിടെ ആശ്രമത്തിലുള്ള ഒരു യുവ വൈദികൻ, മറ്റുള്ളവരുടെ കുറവും കുറ്റം കാണുന്ന ഒരു യുവ വൈദികൻ ഇത് കണ്ടുപിടിച്ചു, ഇയാൾ ചെയ്യുന്നത്. എന്നിട്ട് ആശ്രമത്തിൻ്റെ അധീപനോട് വന്നിട്ട് പറഞ്ഞു, ഇയാളെ പുറത്താക്കണം. ആശ്രമാധിപൻ ഈ യുവ വൈദികൻ്റെ കൂടെ ഇത് വന്നിട്ട് ഒരു തൂണിൻ്റെ മറയിൽ ഇത് ഒളിഞ്ഞു നിന്നെല്ലാം കണ്ടു. അങ്ങനെ ആ കാണുന്ന ദിവസം ഈ മനുഷ്യൻ കളിച്ചു കഴിഞ്ഞിട്ട് തളർന്ന് വീഴാണ്. തളർന്ന് വീണപ്പോൾ അമ്മ ആ രൂപത്തിൽ നിന്ന് ശരിക്കും ഇയാളുടെ അടുത്ത് ചെന്നിട്ട് വളരെ നെറ്റിയിലെ വിയർപ്പൊക്കെ തുടച്ചു.
ആ നേരത്തെ ഉണ്ണി അവിടെ കിടന്നിരുന്ന ആ പന്ത് അവൻ്റെ പോക്കറ്റിലിടാണ്. അപ്പോൾ അമ്മ അത് കണ്ടിട്ട് ചിരിച്ചു. ഇത് കഴിഞ്ഞ് മാതാവ് നേരെ ആ രൂപത്തിൽ പോയിട്ട് പിശരിയായി. ഇത് ആശ്രമാധിപൻ കാണാണ്. അപ്പോൾ ആശ്രമാധിപൻ ആളെ പറഞ്ഞയക്കണം വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷെ തീരുമാനം മാറ്റി. ആളോട് പറഞ്ഞു എൻ്റെ മുറിയിലേക്ക് വരാൻ പറഞ്ഞു. വൃദ്ധൻ അങ്ങനെ മുറിയിൽ ചെന്നു ആശ്രമാധിപൻ്റെ. എന്നിട്ട് ആശ്രമാധിപൻ ഈ ആൾക്കാർ കൊടുത്തു, ഇനി എല്ലാ ദിവസവും ഇതുപോലെ മാതാവിൻ്റെ മുന്നിൽ നീ ഡാൻസ് കളിച്ച് സർക്കസൊക്കെ കളിക്കണം പറഞ്ഞു. പക്ഷേ അധികം നാളത് തുടരാൻ പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ മരിച്ചു വന്നപ്പോൾ മാതാവാണ് ആളുടെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയത്. ആ വൃദ്ധ ആശ്രമ മനുഷ്യനാണ് പിന്നീട് അമ്മയുടെ മുമ്പിൽ വന്നിട്ട് ഡാൻസ് കളിക്കാനൊക്കെ തുടങ്ങിയത്. മറ്റാൾ ചെയ്തതുപോലെ എല്ലാ ദിവസവും മാതാവിൻ്റെ മുമ്പിൽ വന്ന് ഡാൻസ് കളിക്കും, സർക്കസ് കാണിക്കും, പന്തിട്ട് കളിക്കും. ആശ്രമാധിപൻ, ആ ആശ്രമാധിപനാണ് ബെർണാർഡ് എന്ന് പറയുന്ന വിശുദ്ധനായിട്ട് മാറിയത്. എത്രയും മാതാവ് എഴുതിയത്. പരിശുദ്ധ അമ്മയോട് ഭക്തിയുള്ള എല്ലാവരും ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ആ ഭക്തി അവിടെ നിൽക്കില്ല. ആ ഭക്തി എവിടേക്ക് പോവുക? ഈശോയിലേക്ക്. അമ്മ ഈശോയിലേക്കാണ് നമ്മൾ നയിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും റോസ മിസ്റ്റിക്കയുടെ എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ. കൂട്ടുകാർ, ഇത് ഞങ്ങളുടെ വികാരിയച്ഛനാണ്. അച്ഛൻ മാതാവിനെക്കുറിച്ചൊരു വലിയ കഥ, നല്ലൊരു സംഭവ കഥ പറഞ്ഞ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അച്ഛൻ മാതാവിൻ്റെ ഒരു പൊന്നു മകനാണ്. കാരണം പലപ്പോഴും അൾത്താരയിൽ അച്ഛൻ ബലിയർപ്പിക്കുമ്പോൾ ഞാൻ ദർശനത്തിൽ കാണാറുണ്ട് പരിശുദ്ധ അമ്മ അച്ഛൻ്റെ പിന്നാലെ കുർബാന കഴിയുമ്പോൾ ഇറങ്ങിപ്പോണത്. നമ്മുടെ കൂട്ടായ്മയിൽ റോസ എന്ന് നാമമുള്ള 2 പേരുണ്ടായിരുന്നു. ബാപ്റ്റിസം നെയിം റോസ. അവർക്ക് അച്ഛനെ കൊണ്ട് ഞാൻ കേക്ക് കൊടുപ്പിക്കുന്നതാണ്. നല്ല ഒരു അനുഭവമായിരുന്നു. അച്ഛൻ്റെ ആ സംഭവകഥ കേട്ട് എല്ലാവരും അതിശയിച്ചു പോയി. എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന എഴുതിയ വിശുദ്ധ ബെർണാർഡിൻ്റെ ചരിത്രത്തിലുള്ള കാര്യമാണ് അച്ഛൻ നമുക്ക് പറഞ്ഞു തന്നത്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ വീണ്ടും ഇതുപോലൊരു തിരുനാൾ ആഘോഷിക്കാനുണ്ടായി എന്നുള്ള ആ ഒരു വലിയ അത്ഭുതം ഞങ്ങൾ ഓർക്കാണ്, ഫ്രാൻസിസ് ഏട്ടനും ഞാനും. അത് ഞങ്ങളുടെ അച്ഛനൽത്താരയിൽ നിന്ന് നമ്മൾ അയക്കുന്ന എല്ലാ ജപമാലകളും പ്രാർത്ഥനകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു ഫലമാണെന്നാണ് ഞാൻ വിശ്വസിക്കുക. ഞാൻ ഈ വീഡിയോസിനൊക്കെ വോയിസ് ഇടുന്നത് രാത്രി 11 മണിയാകുമ്പോഴാണ് കേട്ടോ. കാരണം ഈ തിരുനാൾ ആഘോഷം സാത്താന് തീരെ ഇഷ്ടമില്ല. ഞാനിങ്ങനെ മാതാവിൻ്റെ പാട്ടുകളൊക്കെ പാടി ഞങ്ങളുടെ ചെറിയൊരു കൂട്ടായ്മ, അത് അവന് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് മാതാവ് സംരക്ഷിച്ചതുകൊണ്ട് പെരുന്നാളുടെ ആഘോഷം കഴിയുന്നത് വരെ നിന്നു. പിന്നെ ഞാൻ തന്നെ ഒരു തെറ്റ് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ കിടപ്പിലായി. തെറ്റ് വേറൊന്നുമല്ല, പെരുന്നാളുടെ ആഘോഷങ്ങളുടെ ഇടയിൽ വിശന്നപ്പോൾ, അങ്ങനെ വിശക്കാൻ പാടില്ല എന്നെ സംബന്ധിച്ച്, എപ്പോഴും എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കഴിക്കാൻ മറന്നു പോയതുകൊണ്ട് ഈ പെരുന്നാൾ ആഘോഷം കഴിഞ്ഞപ്പോൾ ഇവിടെ പലരും കൊണ്ടുവരുന്ന പലഹാരങ്ങളുണ്ട്. അതിലൊരു കുഴിയപ്പം പോലുള്ളൊരു അപ്പം ഞാൻ ചെറുത് കഴിച്ചു, 3/4 ഭാഗം കഴിച്ചു. പിന്നെ അത് കഴിച്ചാൽ കുഴപ്പമാണല്ലോ എന്ന് കഴിച്ചപ്പോഴാണ് മനസ്സിലായത്, ഓർമ്മ വന്നത്. അപ്പോൾ അതിൻ്റെ പുറകിൽ 1 ടീസ്പൂൺ ചോറ് കഴിച്ചു. 1 ടീസ്പൂൺ ചോറിൻ്റെ കൂടെ കഴിച്ചത് വീണ്ടും തെറ്റ് തന്നെയാണ്. അച്ചാരം കൂട്ടി. എൻ്റെ ആമാശയില്ലാത്ത അവസ്ഥയ്ക്ക് അത് ഭീകരമായ അവസ്ഥയാണെന്ന് ഓർത്തില്ല. ഇത് ഞങ്ങൾ ചൊല്ലിയ എത്രയും ദയുള്ള മാതാവല്ലേ, ഞങ്ങൾക്കത് ഭയങ്കര സന്തോഷമായി. ഈ എത്രയും ദയുള്ള മാതാവ് അമ്മ ഇതാണ് ദർശനത്തിൽ കാണിച്ചു തന്നത്. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഇതുപോലെ ചുമന്ന റോസാപുഷ്പം, അതായത് പരിഹാരം, ഞങ്ങളൊക്കെ ചെയ്ത പരിഹാരമാണത്. എന്തായാലും ഞാൻ അങ്ങനെ കഴിച്ചു. അത് ഒരു ഭീകരമായ അവസ്ഥയിലേക്ക് എന്നെ നയിച്ചു. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുക ഒരു പാനിക് അറ്റാക്ക് പോലെ തളർന്നു പോവും. അപ്പോൾ ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ഞാൻ ബെഡിൽ കയറിയതാണ്. അപ്പോഴേക്കും ഛർദ്ദിക്കാനുള്ള ബക്കറ്റ് വന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി.
ഞാൻ പിന്നെ എഴുന്നേറ്റില്ല എന്നുള്ളതാണ് ചുരുക്കം. ഞാനിപ്പോഴാണ് ബോധം വന്ന് എഴുന്നേൽക്കുന്നത്. അപ്പോൾ 4 മണിയോട് കൂടി കിടന്ന ഞാൻ എഴുന്നേൽക്കുന്നത് ഈ 10:30 മണിക്കാണ്. പ്രിയ കൂട്ടുകാരെ, ജീവിതം അങ്ങനെയാണ്. നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ പതുക്കെ ഓടി നടക്കുന്ന ആലിസമ്മച്ചിയൊക്കെ കാണും. പക്ഷെ അതിൻ്റെ പിന്നിൽ ഒരു വലിയ സഹനത്തിൻ്റെ ചരിത്രമാണുള്ളത്. എപ്പോൾ ഞാൻ എങ്ങനെയായിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് കൂട്ട് എൻ്റെ ജീവിത പങ്കാളിയുണ്ട്. രണ്ടും ക്യാൻസർ ഫൈറ്റേഴ്സ്. ട്രീറ്റ്മെൻ്റ് ഇല്ലാതെ പോകുന്നു. ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് പരിശുദ്ധ അമ്മ തരും ഈശോയുടെ തിരുമുഖത്തിൻ്റെ മുമ്പിൽ, തിരുക്കച്ചയുടെ ടൂറിനിലെ കച്ചയുടെ മുമ്പിൽ കത്തുന്ന ആ ഓയിൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളമിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ കണ്ണട വെച്ച് പ്രാർത്ഥിക്കുന്ന ഈ മകളും ഒരു ക്യാൻസർ ഫൈറ്ററാണ്. അവർക്കും ഇത് തന്നെയാണ്. അവർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് ബോണിലേക്ക് വ്യാപിച്ചതുകൊണ്ട്. പക്ഷേ ഈശോയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം അവർക്കുമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, എപ്പോൾ ഞാൻ മാതാവിനെ ഉയർത്തി കാണിക്കുന്നുവോ അപ്പോഴെല്ലാം സാത്താൻ എന്നെ തളർത്താറുണ്ട്. എങ്ങനെയെങ്കിലും ഇതൊന്ന് വിട്ടിട്ട് പോട്ടെ എന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ സാത്താൻ തോൽക്കുകയേ ഉള്ളൂ. കാരണം ഞങ്ങളെല്ലാം റെഡിയായിരിക്കുന്നവരാണ്. അവൻ എത്ര തളർത്തിയാലും ജീവനുണ്ടെങ്കിൽ, നടക്കാൻ ഈശോയും മാതാവും അനുവാദം തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും മരണം വരെ. അതിന് ഞങ്ങളല്ലാതെ ചെയ്യുന്നത് പരിശുദ്ധ അമ്മയാണ് ഞങ്ങളുടെ കരങ്ങൾ പിടിച്ചിരിക്കുന്നത് 26 വർഷമായിട്ട്. അങ്ങനെ ഒരു വലിയ അറ്റാക്കിൻ്റെ അവസ്ഥ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോയുടെ സ്വരം ഇടുന്നത്. ഞാനിത് നിങ്ങൾക്ക് ഇട്ട് തരുന്നത് നിങ്ങൾക്കും ഇതിൽ പങ്കുചേരാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെയും 1-2 കാര്യങ്ങൾ ഇവിടെ ചെയ്യുകയുണ്ടായി. ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടുകൊള്ളണമേ. ആമേൻ. രക്ഷിക്കാം സാത്താന്റെ കെണിയിൽ. അമ്മേ കന്യക മാതാവേ, മുണ്ടിക്കാരിയിലെ അമ്മേ, നാഥന്റെ പുത്രിനി, പുത്രന്റെ കായനി, ആത്മാവിൻ മണവാട്ടിയേ, രക്ഷിക്കാം സാത്താന്റെ കെണിയിൽ. അഭിഷിക്തനെ രക്ഷിക്കാം സാത്താന്റെ കെണിയിൽ. അമ്മേ കന്യക മാതാവേ, മോണ്ടിക്കാരിയിലെ അമ്മേ, നാഥന്റെ പുത്രിനി, പുത്രൻ
തിരുനാൾ ആഘോഷിക്കുമ്പോൾ സൃഷ്ടിക മാതാ തിരുനാൾ ആഘോഷിക്കുമ്പോൾ തമ്പുരാനെ ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ കടന്നു വന്നിരിക്കുന്ന ഈ മക്കളെ എല്ലാവരും അവർക്ക് നന്ദി പറയുന്നു. ഇവരുടെ എല്ലാ കുടുംബങ്ങളെയും ഇവരുടെ നിയോഗങ്ങളെയും അങ്ങ് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയവും ശാരീരികവും മാനസികവുമായ എല്ലാ കൃപകളാൽ ഇവർ നിറയ്ക്കണമേ. വില കൊടുത്ത് ത്യാഗം സഹിച്ച് ഇവർ അർപ്പിച്ച 45,000 മാതാവെ പ്രാർത്ഥന കാഴ്ചവെക്കുന്നു. എല്ലാ വൈദികരെയും വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വഴി തെറ്റിപ്പോകാതെ അങ്ങയിൽ അഭയം തേടുവാൻ, അങ്ങയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ, അങ്ങ് സജീവ സാക്ഷ്യം വഹിക്കുന്ന മക്കളായി മാറുവാൻ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പാപത്തിൽ നിന്ന് പാപസാഹചര്യം അകന്നുകൊണ്ട് പരിശുദ്ധമായ ജീവിതം നയിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങ് സാക്ഷികളാകുവാൻ കൃപ നൽകണമേ. ഓരോ നിമിഷവും ഞങ്ങൾ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പിന്നാലെ പോകാതെ, ലൗകിക മോഹങ്ങളുടെ പിന്നാലെ പോകാതെ, ജഡിക സന്തോഷങ്ങളുടെ പിന്നാലെ പോകാതെ, അമ്മയെ പോലെ ഹിതകർത്താവിന് ദാസി നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ ഇപ്പോഴും ദൈവകാര്യങ്ങൾ ആശ്രയിച്ചുകൊണ്ട് ദൈവഹിത നിറവേറ്റുന്നവരാകുവാൻ, ദൈവസ്വരത്തിന് മുൻപിൽ ആമേന്ന് പ്രസിദ്ധീകരിക്കുവാൻ ഞങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹം നൽകണമേ. ഏതുള്ള പ്രതികൂലങ്ങളിലൂടെ, പ്രതിബന്ധങ്ങളിലൂടെ, പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ ഒക്കെ ഞങ്ങൾ കടന്നു പോകുമ്പോഴും നൈരാശ്യരാകാതെ, അക്ഷതരാകാതെ അങ്ങയിൽ മാത്രം പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഫിലിപ്പിയർ 4:13 വചനം പറയുന്ന ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം സാധിക്കുന്ന വലിയ ബോധ്യത്തോടെ പ്രത്യാശയോടുകൂടി ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കണമേ. ഞങ്ങൾ അർപ്പിച്ച പ്രാർത്ഥനയെ പ്രത്യേകം കൈക്കൊള്ളണമേ. നിങ്ങൾ എന്ത് ചോദിച്ചാലും തരുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന തമ്പുരാനെ, ഇവരുടെ ത്യാഗത്തെ ഓർത്ത്, ഇവരുടെ നല്ല മനസ്സിനെ ഓർത്ത്, ഇവർ കൊടുത്ത വിലയെ ഓർത്ത് ഇവർക്ക് 100 മണി പ്രതിഫലം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ വിധങ്ങളായിട്ട് നിയോഗങ്ങളിൽ മേലെ കരുണ ചൊരിയണമേ. രോഗികളായിട്ടുള്ളവരുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, ഭവനത്തെ പണി പൂർത്തിയാക്കാൻ പറ്റാത്തവരുണ്ട്, ജോലിയില്ലാതെ വേദനിക്കുന്നവരുണ്ട്. അവരെല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. അവരുടെ എല്ലാ നിയോഗങ്ങളിൽ മേലും കരുണ വർഷിക്കണമേ. എല്ലാവിധ അനുഗ്രഹങ്ങളും നിറയ്ക്കണമേ. പരിശുദ്ധ മേഘിക മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി കാനായിൽ വിധി തീർന്നു പോയപ്പോഴും ആ കുടുംബത്തിൻ്റെ വേദന കണ്ടുകൊണ്ട്, ആ കുടുംബനാഥൻ്റെ അസ്വസ്ഥത മനസ്സിലാക്കിക്കൊണ്ട് ആ കുടുംബത്തിന് വേണ്ടി മാധ്യസ്ഥമായിട്ട് പരിശുദ്ധ അമ്മേ, ഞങ്ങൾ ഓരോരുത്തരുടെയും നിയോഗങ്ങളുടെ മേലെ കരുണ വർഷിക്കാൻ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, മറിയമേ സ്വസ്തി, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, എല്ലാ വാഗ്ദാനങ്ങൾക്കും അർഹരാകുവാൻ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെ പ്രത്യേക മധ്യസ്ഥ സംരക്ഷണവും എല്ലാവരുടെ കൂടെ ദൈവം യോഗങ്ങളുടെ പേരുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്തോത്രം
എല്ലാവരും വിളിച്ചിട്ടുണ്ട്. ഇന്ന് പെരുന്നാൾ ആഘോഷിക്കാൻ വന്നവർക്ക് ഒരു സമ്മാനം കൂടി ഉണ്ടായിരുന്നു. പാഡൻ ക്രൂസിഫിക്സ്. പാഡൻ ക്രൂസിഫിക്സിനെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ ഉത്തിരിയവും ഒരു പ്രത്യേകതരം ഉത്തിരീയമാണ്. അത് ഇതുവരെ പുരോഹിതന്മാരിൽ നിന്നും വാങ്ങാത്തവർക്ക് അത് കൊടുക്കുകയുണ്ടായി. കർമ്മലമാതാവിൻ്റെ തിരുനാളാണല്ലോ വരാൻ പോകുന്നത്. എന്തായാലും കർമ്മലമാതാവിൻ്റെ തിരുനാളിൻ്റെ അന്നൊന്നും ഇവിടെ നമ്മൾ പരിപാടിയില്ല. അപ്പോൾ അതുകൊണ്ട് റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ അന്ന് ഇത് കൊടുത്തു. വീണ്ടും സെപ്റ്റംബർ 8-ാം തീയതി പരിശുദ്ധ അമ്മയുടെ ബർത്ത്ഡേ ആഘോഷങ്ങൾക്ക് വരുന്നവർക്കും ഈ വെൻഡിങ് ഇതുപോലെ അച്ഛൻ വെഞ്ചരിച്ച് കൊടുക്കും. അത് വലിയൊരു ശുശ്രൂഷയാണ്. സബട്ടൻ പ്രിവിലേജിന് വേണ്ടി മനുഷ്യരെ ഒരുക്കുക. നിങ്ങൾക്ക് വെൻഡിങ്ങയുടെ ആ ടോക്കുകൾ എടുത്ത് നോക്കിയാൽ അറിയാം അതെന്താണെന്ന്. ശനിയാഴ്ച വരം പ്രാപിക്കാൻ നമുക്കൊക്കെ ഇടവരുത്തുക. അച്ഛൻ വെഞ്ചരിച്ച് പ്രത്യേക പ്രാർത്ഥനയോടുകൂടി അത് കഴുത്തിലിട്ട് തരുമ്പോൾ നമ്മൾ ശനിയാഴ്ച വരത്തിന് അർഹയാകും. മരിച്ച് അടുത്ത ശനിയാഴ്ച പരിശുദ്ധ അമ്മ ശുദ്ധീകരണ സ്ഥലത്ത് വന്ന് നമ്മെ മോചിപ്പിക്കും. അതാണല്ലോ യോഹന്നാൻ 22-ാം പാപ്പയ്ക്ക് ദർശനം കിട്ടിയത്. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ പരിപാടി വരുമ്പോഴും ഇങ്ങനെ വെഞ്ചരിച്ച് ലഭിക്കാത്തവർക്ക് അത് കൊടുക്കുന്നത്. ഇനി സെപ്റ്റംബർ 8-ാം തീയതി ഇതുപോലെ തന്നെ വെഞ്ചരിച്ച് നൽകും. അതിനാൽ തന്നെ നമ്മൾ ഈ ശനിയാഴ്ച വരത്തിന് അർഹരായിട്ട് തീരും. ഓരോ വർഷവും പരിശുദ്ധ റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ പ്രാർത്ഥനകളിലൂടെയും തിരുനാളുകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഓർമ്മയിലൊരു കാര്യം, എപ്പോഴും ഓർമ്മയിലൊരു കാര്യം ഉണ്ടാകണം. അമ്മ മോണ്ടിക്കാരിയിൽ വന്നത് പ്രാർത്ഥന, പരിഹാരം, അനുതാപം, ഇതാണ് അമ്മ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും മോണ്ടിക്കാരിയിലെ അമ്മ സമർപ്പിത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഈ പ്രാർത്ഥനയും പരിഹാരവും നമ്മൾ സമർപ്പിത മക്കൾക്ക് വേണ്ടി ഈശോയുടെ പാടുപീടുകളോട് ചേർത്ത്, ഈശോയുടെ തിരുബലിയോട് ചേർത്ത് പിതാവിനെ സമർപ്പിക്കാൻ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി കാഴ്ചവെക്കണം. ഇതാണ് ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള കാര്യം. അമ്മ നമ്മളോട് എപ്പോഴും പറയുന്നത് സഹിക്ക്, അനുദിന ജീവിതത്തിലെ കുരിശുകൾ സഹിച്ച്, സന്തോഷത്തോടെ സഹിച്ച് എൻ്റെ പുത്രൻ്റെ ബലിയോട് ചേർത്ത് പിതാവിനോട് അത് മാപ്പ് പറഞ്ഞ് കാഴ്ചവെക്കി. ലോകം മുഴുവൻ പിതാവിൻ്റെ മുമ്പിൽ മാപ്പ് പറയട്ടെ. അതുതന്നെയാണ് വിശുദ്ധ പത്രോസിൻ്റെ മേരിയോട് ഈശോയുടെ തിരുമുഖത്തിൻ്റെ ജപമാല നമുക്ക് പറഞ്ഞു തന്ന് അമ്മ ആഗ്രഹിക്കുന്നതും. എല്ലാം പിതാവിൻ്റെ മുമ്പിൽ മാപ്പ് പറയാൻ. എങ്ങനെ മാപ്പ് പറയണം? ഈശോയുടെ മഹാബലിയോട് ചേർത്ത് നമുക്ക് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കാം. നിത്യം പ്രാർത്ഥിക്കണേ.
ഞങ്ങൾക്കായി നിത്യം പ്രാർത്ഥിക്കണേ. റോസാപ്പൂവിൻ മാധുര്യവും വെണ്മയും നൽകിയോരമ്മ നീയേ. മാതാവേ മാതാവേ റോസാവിഷ്ടിക്ക മാതാവേ 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 ഞങ്ങൾക്കായി നിത്യം പ്രാർത്ഥിക്കണേ. മിണ്ടാതെ കൈകൂപ്പി നിൽക്കുമ്പോഴും എന്തേ നിനക്കിത്ര സങ്കടം? മിണ്ടാതെ കൈകൂപ്പി നിൽക്കുമ്പോഴും എന്തേ നിനക്കിത്ര സങ്കടം? ഞങ്ങൾക്കായി രക്തത്തിലമ്മേ ഭാവിയ മക്കളെ ഓർത്തോ. അതോ ലോകത്തിൻ തിന്മകൾ കണ്ടോ? മാതാവേ മാതാവേ വിഷ്ടിക്ക മാതാവേ 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 ഞങ്ങൾക്കായി നിത്യം പ്രാർത്ഥിക്കണേ. ദിവ്യമാം ദർശനത്താൽ വരഞ്ഞും മാലാഖമാരോട് കൂട്ടുചേരും സാത്താന്റെ തിന്മകളെ എതിർക്കും ഈശോദൻ കൂടെ നടന്നിടാനും എപ്പോഴും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഈശ്വരക്കുരിശിനോട് ചേർത്ത് ജീവിക്കുവാൻ, ജീവിതത്തിൽ കുരിശുകൾ ഉണ്ടാകുമ്പോൾ പരാതി പറയാതെ സഹിക്കുവാൻ വേണ്ട വലിയ കൃപയും അനുഗ്രഹമായിട്ട് നിങ്ങളെ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ലോകരാജ്ഞി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ മാതാവ് ലോകരാജ്ഞി അതിൻ്റെ ഒരു നിഴല് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റും. എല്ലാത്തിനും നിഴല് പഴയ നിയമത്തിലുണ്ട്. ക്രിസ്തുവിൻ്റെ നിഴലുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ നിഴലുണ്ട്. എല്ലാത്തിനും നിഴല് നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ പറ്റും. അതുപോലെ മാതാവ് ലോകരാജ്ഞി അതിൻ്റെ ഒരു നിഴല് പഴയ നിയമത്തിലുണ്ട്. അത് ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നമ്മുടെ രാജാക്കന്മാരുടെ പുസ്തകത്തില് ദാവീദിന്റെ പുത്രന്റെ പേര് നമുക്കറിയാം ഇല്ലേ? ആരാ? സോളം അല്ലേ? അല്ലേ? പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദാവീദിന്റെ പുത്രൻ ആരാ? സോളമൻ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദാവീദിന്റെ പുത്രൻ യേശുവാണ്. അതുകൊണ്ടാണ് യേശു എന്താ അർത്ഥം? അയക്കപ്പെട്ടവൻ. ഈശോ മിശിഹ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? അഭിഷിക്തൻ. അഭിഷിക്തൻ. ജീസസ് ക്രൈസ്റ്റ്. ക്രൈസ്റ്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? ഇതന്നെ അഭിഷിക്തൻ തന്നെ. മനസ്സിലായി? അപ്പൊ ഈ ദാവീദിന്റെ പുത്രനായ സോളമൻ രാജാവാകുന്നത് നമ്മൾ പഴയ നിയമത്തിൽ വായിച്ചിട്ടുണ്ട്. ആ വേണ്ടി സോളമനെ ദാവീദ് കൊണ്ടുവന്നത് എങ്ങനെയായിരുന്നു? കോവർ കഴുതയിൽ പുറത്താണ് വന്നത്. യേശു കോവർ കഴുതയിൽ പുറത്തു പോകുന്ന രംഗമുണ്ട്. ഏതത്? ഹോശാന. മനസ്സിലായി? അങ്ങനെ ദാവീദിന്റെ പുത്രനായ സോളമൻ രാജാവായി തീർന്നതിന് ശേഷം
പരിശുദ്ധ അമ്മ സ്വർലോകരാജ്ഞി, പഴയ നിയമത്തിലെ അമ്മയുടെ ഒരു പ്രതീകം കിടക്കുന്നതാണ് അച്ഛൻ ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. ഞാൻ കീമോതെറാപ്പി കഴിഞ്ഞ് കിടക്കുമ്പോൾ എന്നെ ആത്മീയമായിട്ട് കുമ്പസാരത്തിനും കുർബാന സ്വീകരണത്തിനൊക്കെ സഹായിച്ചിരുന്ന അച്ഛനാണ് ഇത്. ജോസച്ചൻ നിങ്ങൾക്കറിയാം, ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഫ്രാൻസിസ് അച്ഛനും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ അമ്മമാർ പരിശുദ്ധ അമ്മയെ സന്തോഷത്തോടു കൂടെ ഓർത്ത് പോകുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. ചെറിയ ഒരു കൂട്ടായ്മയാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. എൻ്റെ മൊബൈലിൽ തന്നെയാണ്, ക്യാമറയോ ഒന്നും സന്നാഹങ്ങളൊന്നുമില്ല. ഇതും എൻ്റെ പോലെ ക്യാൻസർ ഫൈറ്ററാണ്. പ്രാർത്ഥിച്ചു പോകുന്നുണ്ട്, പരിശുദ്ധ അമ്മ ഇടപെടും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ എനിക്ക് ഇപ്പോൾ സാധിച്ചത് തന്നെ ഒരു വലിയ അത്ഭുതമാണ്. ഞാനിപ്പോൾ രാത്രി 11:30 മണിയോട് കൂടിയാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് കിടന്നതാണ്. എങ്കിലും അമ്മ മാതാവ് ഇത്രത്തോളം അനുവദിച്ചതിനെ ഓർത്ത് ഞങ്ങൾ ഈശോയെ ആരാധിക്കുകയാണ്. കാരണം അമ്മ എപ്പോഴും മനുഷ്യ മക്കളെ ഈശോയിലേക്കാണ് കൊണ്ടുപോകുന്നത്, അമ്മയിലേക്കല്ല. അമ്മയെ മക്കൾ ഒരിക്കലും ആരാധിക്കുന്നുമില്ല. അമ്മയോട് സ്നേഹവും ബഹുമാനവും ആദരവുമാണ് ഉള്ളത്, ആരാധനയല്ല. പരിശുദ്ധ റോസ മിസ്റ്റിക്ക മാതാവേ, വെള്ളപ്പൂവായി ഞങ്ങളെ മാറ്റണമേ, പരിഹാരം ചെയ്യാൻ ശക്തി തരണമേ, ആഴത്തിലുള്ള അനുതാപമുണ്ടാകുവാൻ, ലോകം മുഴുവനു വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ മാതാവേ.